മനസ്സിലാക്കി കൊടുത്തപ്പോ അവനോട് ചോദിച്ചു അവിടെ വിവരമുള്ളവരോ വല്ലവരും ഉണ്ടോടാ. അപ്പൊ അവന്റെ മറുപടി ഇവിടെ വിവരം. ട്രോളൻ പെൺപിള്ളോർക്ക് വാനിഷ മോഡിൽ കുൽസിത മെസ്സേജ് പൊക്കി. പോടാ അവിടെ വെറുതെ ക്യാപ് 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 ക്യാപ്. ഞാൻ വിശ്വസിക്കൂല. ട്രോളനൊക്കെ അറിയുന്നതാണ്. അത്രയും ഒരു നന്മ വരെ ഈഗിളുടെ ഒരു ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. അത്രയും അവിടെ പോടാ. ട്രോളനാ പ്രൂഫ് ഉണ്ടാ അവിടെ ശരിക്കും ഉള്ളതാ അവിടെ. ഞാൻ വിശ്വസിക്കൂല. ക്യാപ് 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 ക്യാപ്. ഞാൻ വിശ്വസിക്കൂല. ഈഗിൾ വീഡിയോ ഒക്കെ അവിടെ എന്താ സംഭവം ഈഗിള് വീഡിയോ ഇട്ടോ അവിടെ. ട്രോളൻ എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു മനുഷ്യനാണ് ഞാൻ കണ്ട. നമ്മളൊരു ചാരിറ്റി പരിപാടിക്കെല്ലാം പോയതാണ്. ട്രോളിൻ്റെ ഒന്ന് വെച്ചാൽ ഒരു ചാരിറ്റി പരിപാടിക്കെല്ലാം പോയത്. നമ്മളെ ആലപ്പുഴ ഒരു ഇതുണ്ടായിട്ട് നമുക്ക് ഈഗിൾ അബൌട്ട് മിസ്റ്റർ ട്രോളൻ. എനക്ക് തോന്നില്ലടാ ട്രോളൻ അങ്ങനെ മിസ്റ്റർ ട്രോളൻ. ഇന്നലെ രാത്രി മുതൽ ഇതാ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന ഈ ടൈം വരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ പേഴ്സണൽ DM ഫ്ലഡഡ് ആണ്. മിസ്റ്റർ ട്രോളൻ മിസ്റ്റർ ട്രോളൻ മിസ്റ്റർ ട്രോളൻ മിസ്റ്റർ ട്രോളൻ. അപ്പൊ ഇന്നലെ രാത്രി തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്റ്റർ ട്രോളന്റെ ചാറ്റ് പുറത്തു വന്നു. പ്രൈവറ്റ് ചാറ്റാണ്, അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. ഞാനും ട്രാവലിംഗ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഫിസിക്കലി സീനുള്ളത് കൊണ്ടൊക്കെ ഞാനപ്പോൾ അങ്ങനെ അതിന്റെ പിന്നാലെ അന്വേഷിച്ച് ചെന്നില്ല. ആ ടൈമിൽ വീട്ടിലെത്തിയതിനു ശേഷമാണ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാന്ന് വിചാരിച്ചത്. പിന്നെ സമയം വേണ്ടി ഞാനും അറിഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഫോണ് നോക്കല്ല. ഞാൻ പൊതുവേ ഞാൻ ആരും ഫോളോ ചെയ്യാത്തോണ്ട് ആരും സ്റ്റോറി കാണൂല. ആകെ 4-5-6 ആൾക്കാരെ ഫോളോ ചെയ്ത അപ്പൊ സ്റ്റോറി കാണൂല. പിന്നെ ഞാൻ ഇവിടെ പോയി ഞാൻ ഇത് കണ്ട ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇന്നലെ മിഞ്ഞാന്നല്ലേ എന്തോ പറയാണ്ടെന്നേ. ഇത് കുറെ ദിവസമായ സംഭവം നടന്നിട്ട് ഇത് ആരും പറയാണ്ടെന്നേ. മനസ്സിലായോ? അതായത് നമ്മൾ തന്നെ കുറച്ച് നമ്മുടെ ഫിസിക്കൽ സീനുമായിട്ട് ഓടുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ പണ്ടത്തെ പോലെ പിടിച്ച് ഓടിപ്പിടിച്ച് നോക്കുന്ന ഒരു പരിപാടിയിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഞാൻ തന്നെ ഇപ്പം ഈ ഫിസിക്കൽ സീനും കൊണ്ട് കുറച്ചൊരു എന്താ പറയുക, അയ്യോ ഇതിപ്പോൾ എന്ത് കാണിക്കുന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. നമുക്കൊന്ന് മാറി വരാം. ഞാൻ മറന്നു. മിന്നാന്ന് സായി വിളിച്ചിട്ടല്ലേ അവിടെ. ഞാൻ സായിന് അച്ഛനിട്ട് ഊക്കിയല്ലേ അവിടെ. ഞാൻ മറന്നുപോയി അത്. ഇപ്പം ഞാനെന്താണെങ്കിലും അതിനുള്ള സമയം എടുത്തു. വീട്ടിലെത്തി ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചു. അതായത് മിസ്റ്റർ ട്രോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് കൂടിയാണ്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയണം കാര്യങ്ങൾ, ഞാൻ അന്വേഷിക്കണം കൃത്യമായിട്ട് കാര്യങ്ങൾ. അപ്പോൾ ഞാനത് ട്രോളിൻ്റെ ഭാഗത്തുനിന്നും ബാക്കിയുള്ള ഈ മെസ്സേജസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ചാറ്റ് വന്ന പേജുകളും അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് വന്നു ആരിലൂടെ വന്നു അതൊക്കെ ഞാൻ അങ്ങനെ കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്ന് സോർട്ട് ചെയ്ത് എൻ്റെതായ രീതിയിലുള്ള നടത്തി എന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വന്നിരിക്കുന്നത്. ഓക്കെ. പിന്നെ മിസ്റ്റർ ട്രോളിന്റെ കേസ് വരുമ്പോഴത്തേക്കും നോക്കി ഈ ലേഡി മിസ്റ്റർ ട്രോളിന് അയച്ച മെസ്സേജും മിസ്റ്റർ ട്രോളും കൊടുത്ത റിപ്ലൈ. എന്റെ പൊന്നു പെങ്ങളെ, ഞാനിപ്പോ എന്റെ സുഹൃത്തിനെ കൊണ്ടുവരാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയേക്കുക. അവിടെ നേരത്തെ കേട്ട് ഇത് നമ്മള് നേരത്തെ ഫസ്റ്റ് കേട്ട് ഇതിലെന്താ ഇതുള്ള അശ്ലീല ചാറ്റ് എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞ് ഫ്രീ ആവുമ്പോ ഞാൻ സ്റ്റോറി ഇടും. ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വേറെന്തോ ഉണ്ട് തോന്നട്ടെ. സ്കിപ്പ് ചെയ്ത് നോക്കാം. വേറെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. വേറെന്തോ വന്നിട്ടാ ആ കമന്റ് ട്രോളിന് മെസ്സേജ് അയച്ച ഈ ലേഡിയുടെ ഫ്രണ്ടിന്റെ കമന്റാണ്. അപ്പൊ ആ കമന്റ് ഞാനിവിടെ വെക്കാം. ആ കമന്റിനകത്ത് അവർ പറയുന്നത് ട്രോളിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ്. അതായത് ട്രോളിനോട് പേഴ്സണൽ ഇൻബോക്സിൽ പോയിട്ട് ഈ കുട്ടി മരിച്ച കാര്യം പറയാൻ ഒരു ലേഡി പറഞ്ഞു. ആ ലേഡി എൻ്റെ ഫ്രണ്ടാണ്. അവൾ പറഞ്ഞ സമയത്ത് വളരെ മോശമായ രീതിയിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് തിരിച്ചൊരു തീരെ മാനേഴ്സ് ഇല്ലാത്ത രീതിയിലുള്ള റിപ്ലൈ ആണ് വോയിസ് ആയിട്ട് ഇട്ടത്. സോ അതെനിക്ക് ഹൈഡ് ചെയ്യാം. കമൻറ്റ് അതായത് മെസ്സേജ് അയച്ചു ആയിരിക്കുന്നത് ഈ ബ്രദറാണ്. ഈ ചാറ്റ് ഈ പറഞ്ഞ മിസ്റ്റർ ട്രോളനും ഒരു കുട്ടിയായിട്ടുള്ള ചാറ്റ്, പേഴ്സണൽ ചാറ്റ്. ഈ പേഴ്സണൽ ചാറ്റിൽ ഈ പെൺകുട്ടി സംസാരിച്ച് തുടങ്ങി ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി ട്രോളൻ്റെ സംസാരം മാറുന്നു എന്ന് പറഞ്ഞ് നേരെ ബ്രദറിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. പിന്നെ ട്രോളിനോട് സംസാരിക്കുന്നത് ഈ ബ്രദറാണ്. അപ്പോൾ ഈ ചാറ്റിൻ്റെ ഡീറ്റെയിലിൽ നിങ്ങൾക്ക് ഞാൻ കുറേയൊന്നും ഞാൻ വെക്കുന്നില്ല. ആ ഒരു പേജുകളിലൂടെ കണ്ടതിനെ ഞാൻ വെക്കുന്നുള്ളൂ. ട്രോളൻ ചാറ്റ് ചെയ്ത് തുടങ്ങുന്നത് തന്നെ ഞാനൊരു ഇങ്ങനത്തെ ഒരാളാണ്. പേഴ്സണൽ ലൈഫിൽ അത്യാവശ്യം കോഴിത്തരവും മറ്റേ വാനിഷ് മോഡ് ഇട്ടാ ഇതാക്കാൻ കഴിയില്ല.
ട്രാക്ക് ചെയ്യാൻ എന്താ സംഭവം? വാനിഷ് മോഡ് എന്താ സംഭവം? എന്താ പറയുക, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. വാനിഷ് മോഡിൽ നമുക്ക് സംസാരിക്കാം, വാനിഷ് മോഡിൽ ട്രൂത്ത് ആൻഡ് ഡയർ കളിക്കാം. ഇപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് വാനിഷ് മോഡിൽ നമുക്ക് എന്ത് മുമ്പിത്തരം ചെയ്യാന്നാ? അങ്ങനെ ഉണ്ടോ? നോട്ടെ നമുക്ക് റായ് സ്റ്റാറിനോട് ആരെ വാനിഷ് മോഡ് ഇടാം, അച്ചായനെ വാനിഷ് മോഡ് ഇടാം. ഓക്കെ, അച്ചായന്റെ അവിടെ മെസ്സേജ് പോകുന്നുണ്ടല്ലോ, ഇതിവിടെ കാണിക്കുന്നുണ്ട്. യു സ്റ്റാർട്ടഡ് സ്ക്രീൻ റെക്കോർഡിംഗ്. ഇതെന്താ? ഞാൻ ഇത് PC-യിലേക്ക് കാസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, വാനിഷ് മോഡ് ഓഫ് ആക്കി ഇത് ഓ അപ്പോൾ പിന്നെ വാനിഷ് മോഡ് ഇട്ട് ആ മെസ്സേജ് പിന്നെയും കാണുമോ? കാണും. അപ്പം അതെങ്ങനെയാന്ന് ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പം വാനിഷ് മോഡ് ഇട്ടിട്ട് മെസ്സേജ് അയച്ചിട്ട് വാനിഷ് മോഡ് ഓഫ് ആക്കിയത് കാണൂല, പക്ഷെ പിന്നെ വാനിഷ് മോഡ് ഇടുമ്പോൾ ഈ മെസ്സേജ് കാണുമല്ലോ. അപ്പൊ പിന്നെ എന്തിനാ വാനിഷ് മോഡ് ഇടുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. ആയിട്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ കോഴിത്തരം കാണിക്കാം. പക്ഷെ കോഴിത്തരം ഒരു ലിമിറ്റ് വിട്ട് പോയി കഴിഞ്ഞാൽ കോഴിത്തരത്തിൻ്റെ വേറെ എക്സ്ട്രീമിലേക്ക്, ഇപ്പോൾ ഈ ഒരു ചാറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രോളൻ വേറെ പെൺകുട്ടികളായിട്ട് നിൽക്കുന്ന ഫോട്ടോസ്, വേറെ ID എന്നുള്ള പെൺകുട്ടികളുടെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് കുറച്ച് വൾഗർ ടോക്സ് കാര്യം, കുറച്ചല്ല അത്യാവശ്യം വൾഗർ ടോക്ക് കാര്യം. എന്താ പറഞ്ഞതാ? Sahil Muhammad donated 40 രൂപ through Google Pay. enter_cassette insta page നോക്ക്, എല്ലാ ചാറ്റും ഉണ്ട്. എന്റെ കസറ്റാ എന്റെ കസറ്റ് എന്റെ അണ്ടർസ്കോർ രണ്ട് S ഉണ്ടോ? SETTE ഇതാണോ? ഓക്കെ എന്താ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജീവനോട് ഞാൻ കണ്ടു. കള്ള ട്രോളാ അടി, ഇതാ ഇവന്റെ പരിപാടി. നീ ഫിംഗർ ഇടാറുണ്ടോന്നാ? എടാ എന്തിനാ ബൂബ്സ് ഞാൻ പ്രസ്സാക്ക? ബൂബ്സ് ഞാൻ പ്രസ്സാക്കലായിരുന്നു. ഇപ്പൊ ഓക്കെ അല്ലേ? ടൈം റബ് പോലും ചെയ്തിട്ടില്ലേ? നിനക്ക് ആഗ്രഹമില്ലേ? നിന്റെ ട്രോളാ അനക്കിങ്ങനെ ഇതുവരെ മെമ്മറീസ് വരെ ഇവന്റെ ഒന്നിച്ച് ഇവൻ എത്ര നല്ല മനുഷ്യനായി. എന്നോട് അങ്ങനെ എടാ പറയാൻ പറ്റണേ, മനുഷ്യന്മാർക്ക് എപ്പം വേണമെങ്കിലും കടി കയറാം. ആ കാര്യം സാഹചര്യമാണ് മനുഷ്യനെ മൈരനാക്കുന്നത്. അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. പക്ഷെ എന്നാലും എടാ ട്രോള് വേറെ ആരെങ്കിലും ഓക്കെ, മറ്റേ ആറാട്ടണ്ണന അങ്ങനത്തെ ആരെങ്കിലും ആണെങ്കിൽ ഓക്കെ. ട്രോളം പക്ഷെ ഇങ്ങനെ ഉണ്ടായതല്ലേ? പക്ഷെ ഇവളങ്ങോട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ടല്ലോ. എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അയ്യേ, ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങനെ ടൈം കിട്ടാറില്ല. പിന്നെ ഗൂഗിൾ എനിക്കൊന്നും തോന്നാറില്ല. വിചാരിക്കുന്ന പോലെ അല്ല എൻ്റെ ഒപ്പം എപ്പോഴും ആൾക്കാരുണ്ടാവുന്നു. അടി ഇവളെന്താ തിരിച്ചും പറയുന്നുണ്ടല്ലോ. അപ്പോ സംഭവം ട്രോളൻ മൈരൻ, പക്ഷെ ഇവള് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ടല്ലോ. അതെന്താ സംഭവം? ഈ വാനിഷ് മോഡ് എന്നൊരു സംഭവം ഉണ്ടല്ലേ, അത് നല്ലൊരു പരിപാടി കേട്ടോ. പക്ഷെ നമ്മളൊന്നും ഇതര ഞാൻ കാര്യം പറഞ്ഞു, എൻ്റെ ഉമ്മ സത്യമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ എത്ര കാലമായി എൻ്റെ അക്കൗണ്ടിന്നാലും ഇത് ഫേക്ക് അക്കൗണ്ടിന്നാലും ഞാൻ ഇതുവരെ ഈ മെസ്സേജ് മനസ്സിലായി ചാറ്റിലൊന്നും ഇങ്ങനത്തെ പരിപാടി എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ എടാ ഇതെന്താണ് ഇവന് ബുദ്ധി കുറവാന്നല്ലേ? ഈ മെസ്സേജ് ചാറ്റിലെല്ലാം ആരെയും ഇങ്ങനെ പറയോടാ പൊട്ടനവൻ. അയ്യേ, ബ്രദറാണെന്നാ, പെൺകുട്ടിയുടെ ബ്രദർ. ഓ പറ്റിച്ചതാ. ഓ ഇവരെ കുടിക്കിയതാലേ. ഓക്കെ
ബൂബ്സ് നൈസാ. മുറിഞ്ഞിട്ടും പെടഞ്ഞ് പെണ്ണഞ്ഞട ഇവന്റെ അവസ്ഥ ഇപ്പത്തെ ഇവന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാ അടിമ അത്രയും ഒരു നന്മ വരായിരുന്നടാ. അതാ ഞാൻ ആലോചിക്കുന്നത്. അടി ഇങ്ങനെ ആയിരിക്കുമല്ലേ നമ്മളെ മുന്നിൽ ഈ നന്മ വരായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഉള്ളില് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ കളികൾ ഉണ്ടാവൂലേ. കള്ളക്കൊടിയന്മാർ. ഫഹാദ് മോൻ KK ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. നായിന്റെ മോനെ റൈസ്റ്റാർ വിളിക്കും. എടാ റൈസ്റ്റാർ എന്റെ കാമുകിയല്ല. ഞാൻ വിളിക്കുമ്പോ വന്നിട്ട് ഇവിടെ ഇരിക്കാൻ കാമുകിയല്ല എന്റെ പൊട്ട. ബുദ്ധിയിലടാ നിനക്ക്. എടാ ഞാൻ അത്ര ഞാൻ ചാറ്റ് കാണിച്ചെന്നില്ല. ഓൻ എന്തോ സീനായിട്ടാ ഉള്ളത്. ഓൻ ഗവൺമെന്റ് സീൽ IT മറ്റേ ഇത് ടാക്സിന്റെ സീനിൽ പെട്ടിട്ടാ ഉള്ളത്. അതാണ് ഓൻ വരാത്തത്. ഓക്കെ ഓൻ എന്തായാലും വരാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഓൻ വരാന്നാ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കൊണ്ടുവരും. ഓക്കെ ഫ്രീ ഫയർ എന്തായാലും റൈസ്റ്റാർ ഇല്ലെങ്കിലും ഞാൻ ഇന്ന് ഫ്രീ ഫയർ കളിക്കും. ഞാൻ പ്രോമിസ് തന്നെ തെറ്റിക്കില്ല. ഓക്കെ ഫ്രീ ഫയർ ഇന്ന് കളിച്ചിരിക്കും. ഇത് കാറിൽ ഇരുന്നായിരുന്നു ചെയ്ത്. ബൂബ്സ് ഞാൻ പ്രസ് ആക്കലായിരുന്നു. ബൂബ്സിൽ കൈവശം കൊടുത്തില്ല. ഇടക്കിടക്ക് ബൂബ്സ് പ്രസ് എന്ന് പറയുന്നത്. ഇത് ഇവരെന്തെങ്കിലും ബത്തക്കേനെടുത്ത് പ്രസ് ചെയ്ത് ഓടിച്ചൂടെ? ഇതെന്താണത്? ഇടക്കിടക്ക് ബൂബ്സ് പ്രസ്. എനക്കൊന്ന് മനസ്സ് നിറയെ മൊലയാന്ന് തോന്നി ഇവന്റെ അല്ലേ. എന്നാ ചിരിക്കുന്നേ? നാളെ നമ്മൾ വിളിക്കാം. നമ്മളാ അപ്പൊ മനസ്സിലാവും. നിനക്ക് അത്ര വിശ്വാസം വന്നിട്ട് വേറെ കാര്യം നോക്ക്. അങ്ങനെ പറഞ്ഞ് നീ മൂടായിരുന്നോ? നീ എന്നെ ഹഗ് ചെയ്യാവോ? എടാ എന്നാലും എനക്കൊരു മുഖം വരുന്നതാണ് സീന്. എടാ ഇത് സീനാന്നട്ടെ. ഇത് ചാവട്ടയെന്നും പറഞ്ഞൊഴുക്കിച്ച് പണം നാവത്ത് കെണി വെച്ച് പിടിച്ച് ചിരിച്ച് വട്ടായി എനക്ക് മുട്ടായി പരുവ റൂം എടുത്തിട്ട് അയക്കാണോ നട്ടപ്പാതിര പോലെ എന്റെ. എടാ ഈ മിസ്റ്റർ ട്രോളൻ പറയുന്ന ഇവൻ്റെ സ്റ്റോറി ഞാൻ കാണുമായിരുന്നു. അങ്ങനെയാണ് ഇവൻ എൻ്റെ ID കിട്ടുന്നതെന്ന് തോന്നുന്നു. ലൈക്ക് ഞാൻ ജസ്റ്റ് നോർമൽ മെസ്സേജ് അയച്ചായിരുന്നു സ്റ്റാർട്ടിങ്. ഹായ് ഹലോ എവിടെയപ്പോൾ എവിടെ നിന്നാന്നൊക്കെ ചോദിച്ച്. എന്നിട്ട് ഇവൻ പറഞ്ഞു ഞാനിൽ അങ്ങനെ ടെക്സ്റ്റ് ചെയ്യാറില്ല. സ്നാപ്ചാറ്റിൽ സ്നാപ്പ് ID ഉണ്ടോ? സ്നാപ്ചാറ്റിൽ ടെക്സ്റ്റ് ചെയ്യാൻ നമുക്കെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ സ്നാപ്പിൽ ഫോളോ ചെയ്തു. സ്നാപ്പ് ID ഒക്കെ തന്നു. സ്നാപ്പിൽ ഫോളോ ചെയ്തിട്ട് ഇവൻ വിളിച്ച് മറ്റേ നമുക്കൊരു ട്രുത്ത് ഓർ ഡെയർ ഒക്കെ കളിച്ചാലോ, എനിക്ക് ബോർ അടിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെയാ. അപ്പോൾ അവൻ കുറച്ച് ഓപ്പൺ ടോക്സ് ഒക്കെ ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞില്ല ഓപ്പൺ ടോക്സ് ഒന്നും എനിക്ക്. ഞാൻ ട്രാവലിംഗ് ടു ഹെവൻ, ഞാനും 100+ ഗേൾസും സ്വർഗം. ഇവരെന്താണ് ഇവന്റെ ഫാന്റസി പറഞ്ഞു കളിക്കുന്ന? അപ്പൊ അവൻ എന്നാലും അതൊക്കെ ആവണ്ടേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞടാ. സ്റ്റോറീസിൽ ചെഗ്മ DMൽ കാമക്കണ്ണൻ തായോളി. നമുക്ക് ട്രോളിനെ വിളിക്കാം. നമ്പർ ലീക്കാണ് മിസ്റ്റർ ട്രോള്. കൊള്ള കടയാടി മോൻ. എടാ എന്താ പരിപാടി? ഫ്രീയാ? എടാ ഞാൻ എന്തെല്ലോ ഇപ്പം ഇതില് കാണുന്നടാ ഈ മറ്റേ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ ഇട്ടിട്ടാണ്. എന്താ സംഭവം? ഇത് പറ്റിച്ചതാ എന്തെങ്കിലും അല്ലെ സത്യം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നേ. ഇവനില്ലാതൊക്കെ ഇവനാരും ക്രിസ്ത്യാനോ റൊണാൾഡോ പഠിപ്പിക്കുന്ന പിള്ളേരാ? നീ പഠിപ്പിക്കാൻ പോകുന്നുണ്ടോ? എടാ അപ്പൊ നീ അയച്ച മെസ്സേജ് അല്ലേ ഇതൊന്നും? എടാ നീ ഇങ്ങോട്ട് അല്ല, നിനക്ക് ഇങ്ങോട്ട് അയച്ചപ്പോ നീ അങ്ങോട്ട് അയച്ച സംഭവം ഉള്ളതാ? നീ അയച്ചതുള്ളതാ? പണ്ടത്തെ ചാറ്റാ ഇതിപ്പോ കുത്തി പൊക്കിക്കൊണ്ട് പോയാൽ എന്തിനാണ് എനിക്ക് അറിയത്തില്ല. അപ്പത്തേന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചാറ്റ് ചെയ്യും. ഞാൻ ആദ്യമേ പറയും ഞാൻ ഓപ്പൺ മൈൻഡ് ആണ്, ഡേറ്റിംഗ് മൈൻഡ്. അപ്പൊ അവരും പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ട് സംസാരം തുടങ്ങിയിട്ട് പിന്നെ ചുമ്മാ ട്രൂത്തോടേറ് കളിച്ചിട്ട് സമയത്ത് എനിക്ക് ഡെയറ് തന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞു നീ ചുമ്മാ തള്ള, നീ ഏതെങ്കിലും പെമ്പിളാരോടുള്ള നേക്കിഡ് ഫോട്ടോ ഉണ്ടോ അതുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നേക്കിഡ് ഫോട്ടോ ഒന്നും ഇല്ല, ഞാൻ ഒരു ഫോട്ടോ ഉള്ളെന്ന് പറഞ്ഞു. 1-2 ഫോട്ടോ അതൊന്ന് കാണിച്ചു നോക്കട്ടെ, നീ പറയുന്ന ഫുൾ തള്ളാന്ന്. എന്നെ ഇങ്ങനെ മൂടി വെച്ച് പറഞ്ഞു. ഞാനൊരു ആങ്കുച്ചല്ലടാ,
ഈ സംസാരിച്ച സമയത്ത് എനിക്കും വികാരങ്ങളില്ല. എടാ പൊട്ട, നീ എന്തും മണ്ടത്തരാണ് കാണിച്ചത്. നിനക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉള്ളതല്ലേ നിന്റെ സ്വന്തം ഒഫീഷ്യൽ അക്കൗണ്ടിന്ന്. എടാ ഞാനത് ടെലിഗ്രാമിലാണോ ചാറ്റ് ചെയ്തത്? ടെലിഗ്രാമിലാ? എടാ എന്തെല്ലാം ചെയ്താലും നീ സംഭവം നീ തീർന്ന്, നിനക്ക് പണി നല്ല രീതിയിൽ വരും. ആ സംഭവം നീ തീർന്നില്ല. അവരെന്ത് ചെയ്തു എന്നുള്ളതല്ല, നീയാന്ന് ഇടാ, നീയാന്ന് സ്പോട്ട് ലൈറ്റില്, മനസ്സിലായ? നീയാ കുടുങ്ങുക. ഞാൻ അയച്ചു കൊടുത്ത പിക്കിനുള്ള ഒരു പെൺകൊച്ചിന് ഞാൻ നേരത്തെ മെസ്സേജ് പറഞ്ഞായിരുന്നു, ഇത് ഈ സംഭവം പൈസ പോയിടി. എടാ പോക്സോ പോക്സോ ഉണ്ടാ? പോക്സോ കുറച്ചെങ്കിലും നിനക്ക് കുറച്ച് ആശ്വാസം ഉണ്ടോ? പോക്സോ കൂടി ഉണ്ടായിരുന്നു, നീ തൂങ്ങിയിട്ടുണ്ടാവും ഇപ്പൊ. എനിക്ക് എന്നോട് 20 വയസ്സെന്ന് പറഞ്ഞ എന്നോട് ചാറ്റ് ചെയ്യാൻ വന്നേ. എടാ ഇത് വേറൊരു തന്നെ അതിന്റെ അക്കൗണ്ടിൽ കൂടെ മെസ്സേജ് ചെയ്തിട്ട് അത് സ്പീഡ് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു ചാറ്റല്ല. പക്ഷെ ഇന്ന് അത് ഈ 3-4 ദിവസം തന്നെ കുത്തിപ്പൊക്കുന്നത്. ഇത് പണ്ടത്തെ ചാറ്റ് അത് ഇപ്പൊ കുത്തിപ്പൊക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ കുറെ നന്മമരങ്ങളെ തോടിയായിരുന്നു. എനിക്കെതിരെ ഇരുന്ന പേജസ് ഒക്കെ ഇല്ലേ? അല്ല കുറെ പേജ് ഇപ്പൊ എനിക്ക് നീ കണ്ട കുറെ പേജസ് ഒക്കെ ഇല്ലേ? കുറെ പേജ് വന്നിട്ടില്ലേ? ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പേജസ്. കഴിഞ്ഞ ദിവസം സൈബർ ബുള്ളിങ്ങിൽ ഒരു പെൺകൊച്ചി മരിച്ചു പോയില്ലേ? അപ്പത്തേനും അവള് മരിക്കാൻ കാരണം അവളുടെ ചെക്കനാണ് മിക്സാന്ന് പറഞ്ഞ അവനെ അറസ്റ്റ് ചെയ്തപ്പോ ഞാനില്ലേ പറഞ്ഞു, 2 പേരുടെ സമ്മതത്തോടെ ഒരു കാര്യം ചെയ്തിട്ട് അതങ്ങനെ പീഡിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പത്തേനും ഇവരത് എടുത്തിട്ട് പറഞ്ഞു മരിച്ചുപോയ ആളെ പറ്റി അത് പറഞ്ഞു ഇത് പറഞ്ഞെന്ന് പറഞ്ഞു ഒരു സീൻ ഉണ്ടാക്കിയായിരുന്നു ഇവര്. അല്ല അതും ഇതുമായിട്ട് എന്താ ബന്ധം? ഇത് സംഭവം നിനക്ക് രാത്രി കടി കയറിയതല്ലേ സംഭവം? എടാ ഇത് നീ നിന്റെ കയപ്പ് കാണിച്ചതും അവരാ ഇതിന്റെ കേസും തമ്മിൽ എങ്ങനെയാടാ ബന്ധം വരുവാ? നീ എന്തീ പറയുന്നത്? സംഭവം കേൾക്കണം. അതിട്ട് കഴിഞ്ഞിട്ടാണ് ഇവര് എന്നെ പറ്റി ഇട്ടപ്പം എനിക്ക് എന്നോട് ദേഷ്യമുള്ള ആൾക്കാർ അവർക്ക് സംഭവം അയച്ചു കൊടുത്തത്. അങ്ങനെയാണ് സാധനം വെളി വരുന്നത്. മനസ്സിലായോ? അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ എല്ലാം കൂടെ എങ്ങനെ വെളി വരാനാ? താരിടണം. ഇപ്പൊ ഞാനാ ചർച്ചാ വിഷയം മൊത്തത്തിൽ നാറിട്ട സ്ഥലം ആലോചിച്ചിരിക്കും. ഈ കടുങ്കയൊന്നും ചെയ്യലടാ ട്രോളാ. ഇവര് തന്നെ സൈബർ ബുള്ളിങ് എന്ന് ചെയ്യുന്നത് പറയും. ഇവര് മെസ്സേജ് ചെയ്യുന്നത് എന്റെ വാട്സപ്പിൽ നമ്പർ അടിച്ചോ നിങ്ങളെല്ലാം കൂടെ റിപ്പോർട്ട് ചെയ്തു. വാട്സപ്പിൽ കേറത്തില്ല, ഇൻസ്റ്റയും കൂടെ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഇൻസ്റ്റയിൽ വരുമാനം കിട്ടുന്ന പൈസക്കാണ് അമ്മയ്ക്ക് അത് ആരോട് പറയണ്ട. അമ്മയ്ക്ക് വേണ്ട നീ പറയണ്ട ആരോട് പറയാൻ പറ്റാത്ത കാരണമാണ് ഇപ്പൊ പറയണ്ടേ. ഞാൻ ലൈവ് വന്നു ഇപ്പൊ പറയണ്ട. എടാ നീ ഒരു കാര്യം ചെയ്, ഇത് നീ കടുങ്കയും ഇതൊന്നും ചെയ്തേക്കല്ല നീ. ഈ സംഭവം എന്തായാലും അതെ അത്ര കൊറേ ആൾക്കാരൊന്നും ഇല്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇത് യൂട്യൂബിലല്ല. എനിക്ക് പറയാനുള്ളതുകൊണ്ട് ആൾക്കാർ കേക്കട്ടാ. എടാ യൂട്യൂബിലല്ല, ആൾക്കാരൊന്നും ഇല്ല യൂട്യൂബിലല്ല, വേറെ പ്ലാറ്റ്ഫോമിലാ. എനിക്ക് പറയാനുള്ള പറയട്ടെ. എല്ലാരും ഒരേ ടൈമിൽ ഒരുത്തരം പിടിച്ചിരുന്നു വാനിക്കോട് ഇവന്മാരൊന്ന് വാനിക്കോട് ഇടാത്തതാണോ? എടാ ഞാൻ സത്യമായിട്ട് ഇന്നാണ് വാനിഷ് മോഡിനെ കുറിച്ച് അറിയുന്നത്. ഞാൻ ഇന്നാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ വാനിക്കോട് എല്ലാവരും ഇടുന്നു. നെയ്മർ വരെ ഇട്ടിട്ട് നെയ്മറിന്റെ വൈഫ് നോക്കിയിട്ടുള്ളത് അങ്ങനെ എല്ലാവരും ഇടുന്നതാണ്. അപ്പൊ ഞാനിത് ആ ഒരു കുട്ടിയുടെ സമ്മതത്തോടെയാണ് ചാറ്റ് ചെയ്തത്. പക്ഷെ അത് വന്നു കഴിഞ്ഞപ്പോ ഞാൻ അയച്ച ചാറ്റ് മാത്രം അങ്ങനെ ആക്കി, ആ കുട്ടി അയച്ച ചാറ്റെല്ലാം ഡിലീറ്റ് ആക്കി. എന്നെ ഒരു വളരെ മോശമായിട്ട് രീതി. എടാ എന്റെ വരുമാനം വരെ നിന്നറിയാം. എനിക്ക് ആശുപത്രി ചെലവിലുള്ള എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല. എനിക്ക് ആ കിട്ടുന്ന പ്രൊമോഷനാണ് അമ്മയുടെ ആശുപത്രി ചെലവിന് വന്നത്. അത് പോയി. രണ്ടാമത് എനിക്ക് നാട്ടിൽ കോളേജിൽ നാട്ടിച്ച് അല്ലാതെ തന്നെ നാട്ടിൽ നാട്ടിച്ച്. ഞാനിപ്പോ ചെന്നൈയിലാണ് നിൽക്കുന്നത്. എനിക്കിനി കോളേജിലോട്ട് പോകാൻ പറ്റൂല, അത് പോയി. ആ ഒരു എന്റെ എല്ലാ കാര്യങ്ങളും എന്നെ ഒരു മനുഷ്യനെ എത്രത്തോളം താഴോട്ട് കൊണ്ടുവരാവോ അത്രത്തോളം താഴോട്ട് കൊണ്ടുവന്നു. എന്നിട്ടും പിടിച്ച് ചവിട്ടി താഴോട്ടുകൊണ്ടിരിക്കുക. ഇവർ ഈ ഇടുന്ന കണ്ടന്നെ ഞാൻ ആരോ ഒരു പീഡിപ്പിച്ച രീതിയിലാക്കിയിരിക്കുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടില്ലടാ. എടാ എനിക്ക് ഇങ്ങോട്ട് ചാറ്റ് ചെയ്തപ്പോ ഞാൻ ഒരു മനുഷ്യനല്ലടാ, തിരിച്ച് ചാറ്റ് ചെയ്ത് പോയി. പണ്ടത്തെ ചാറ്റൊക്കെ ഇപ്പൊ കുത്തിപ്പൊക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്ത് വിശ്വസിച്ച് ഇനിയിപ്പോ നമ്മൾ നിൽക്കൂടാ? വേറെ രീതിയിൽ എന്നെ അറിയത്തില്ലാത്തൊരു വിചാരിച്ചേക്കുന്നത് ഞാൻ വളരെ മോശക്കാരനാണ്, ഞാൻ പീഡകനാണ്, ഞാൻ എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാ പെൺപിള്ളേർക്കും ഞാൻ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് ആ രീതിയിലോട്ട് കൊണ്ടുപോകും. ഞാൻ ഫോളോ ചെയ്യുന്ന പെൺപിള്ളേരെ കൊണ്ട് വരെ എന്നെ അൺഫോളോ ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് ഇവനെ ഫോളോ ചെയ്യില്ല, ഇവൻ വളരെ പീഡകനാണ്, ആ രീതിയിൽ കൊണ്ടുവരുമോ? വളരെ മോശമായ രീതിയിൽ. എനിക്ക് അറിയത്തില്ല ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഞാൻ 4 ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഡിപ്രഷൻ. എനിക്കിപ്പോ എണീറ്റേ ഉള്ളൂ. രാവിലെ ഞാൻ കിടന്ന എന്റെ ഫോൺ അടിച്ചുപോയി. എന്റെ ഫോണിൽ ഇങ്ങനെ ഓരോരുത്തർ വിളിയും തെറിവിളിയും മെസ്സേജും അല്ല. ഒരു മനുഷ്യനെ എത്രത്തോളം ഇവര് ചിലപ്പോ ഒരാളായിരിക്കും മെസ്സേജ് അയക്കുന്നത്. ഇവര് ഇപ്പൊ ഒരുത്ത മെസ്സേജ് അയക്കുന്നത് അതേ രീതിയിൽ തന്നെ 1 ലക്ഷം അല്ലെങ്കിൽ 10,000 പേരല്ലാണ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ഞാനല്ല കാണട്ടെ. എന്റെ മാനസികാവസ്ഥ മനസ്സിലായി. പക്ഷേ നിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റി. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും എന്നെ ന്യായീകരിക്കുന്നില്ല.
അത് നിന്റെ ഇത് ന്യായീകരിക്കാത്തത് നിന്റെ ഇത്. അത് സോറി പറയുക, എന്ന് എന്തേലും ചെയ്യാൻ നോക്കാം. നീ കടുങ്കയൊന്നും ചെയ്യാണ്ട് നിൽക്കും, അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് ചെയ്യാൻ പറ്റൂലടാ, അത് തോറ്റു കൊടുക്കുന്നവരെ ഞാൻ ചെയ്ത തെറ്റാണ്. എടാ ആരായാലും തെറ്റ് പറ്റിപ്പോ, തെറ്റ് ചെയ്ത് തിരുത്തി ഇനി മുന്നോട്ട് ഒരു നല്ലൊരു മനുഷ്യനാവണമെന്നൊരു അവസരം പോലും തരുന്നില്ല. ഈ താര ഇട്ടോണ്ടിരിക്കുവാടാ, എല്ലാ പ്രതീക്ഷകളും പോയി. ഞാൻ ജോലി തപ്പി ഇവിടെ വന്നേ, ഇനി ഇതുകൊണ്ട് ഇത് കിട്ടുമെന്ന് പറയത്തില്ല, തകർന്നിരിക്കുവാടാ. ഓക്കെ മനസ്സിലായി. എടാ ശരിയാടാ, നീ കടന്ന് ഉറങ്ങ്. ഞാൻ ഉറങ്ങുമായിരുന്നു. എടാ ഇതെല്ലാം എന്താടാ, നീ വിട്, നീ ഒരു വാണം വിട്ട് കടന്നു ഉറങ്ങാം, അല്ല അത്രേ ഉള്ളൂ. ഇതിൽ ശരിയാവും. ഓക്കെ ഇപ്പൊ ഒരാഴ്ച 2 ആഴ്ച ഉമ്മാർക്ക് ആഘോഷമാക്കാൻ വേണ്ടി ഒരു ഇത്, പിന്നെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോ അതിന്റെ കുറവ് വെക്കുള്ളൂ. അതാ നമ്മളത് നമ്മളാ ഒരു എക്സ്പീരിയൻസ് ഹാൻഡിൽ ചെയ്യണം, ഫേസ് ചെയ്യണം. ഞാൻ അത്രേ ഉള്ളൂ. ഓക്കെ ശരി എന്നാ, ഗുഡ് നൈറ്റ്, ബൈ. ശരിയാ, ഓക്കെ. നമ്പർ ലീക്കായോ? ഇല്ലല്ലോ, ഞാൻ അപ്പൊ തന്നെ ഊരിയില്ലേ. നമ്പർ ലീക്കായോ? ഇല്ലല്ലോ. തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് പോകുന്നത്? സംഭവം മിസ്റ്റേക്ക് പറ്റി, അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ തുറന്നു പറഞ്ഞില്ല. സംഭവം മിസ്റ്റേക്കാ. മരിച്ച പെൺകുട്ടി മൈനാണ്, എന്നിട്ടും അവൻ ആ ചെക്കനെ സപ്പോർട്ട് ചെയ്തു. ചെക്കനെ സപ്പോർട്ട് ചെയ്താ? പോടാ, അത് ഒരുമാതിരി പൂറ്റിലെ പരിപാടി കേട്ടോ. അങ്ങനെ ചെയ്താ? അങ്ങനെ ഇത് ഇല്ലല്ലോ, അങ്ങനെ ഇല്ല. അതല്ല, ഇവൻ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാ കണ്ട ഒമ്പിള്ളേരോട് പോയിട്ട് അത് മിസ്റ്റേക്ക്, അത് ഊമ്പിത്തരം. അത് ഓന് ന്യായീകരിക്കുന്നില്ല എന്ന് പറയുന്നു. സോറി പറഞ്ഞു, അവന്റെ ഭാഗം ക്ലിയർ ചെയ്യട്ടെ. എന്ത് ചെയ്യാനാ? ഇതിപ്പം മനസ്സിലായി, ഏറെ കേറിയാ പിന്നെ ഒരു ഇറക്കുമില്ല, പിന്നെ തിരിച്ചൊരു ഇറക്കുമില്ലടാ. കാര്യം പറയാ, പിന്നെ തിരിച്ചൊരു ഇറക്കുമില്ല അതിന്. ഓ നമ്മളൊന്നും ഒരിക്കലും നമ്മളൊന്നും ചാവുന്നവർ ഇങ്ങനത്തേലൊന്നും പെടില്ല. നമ്മൾ വേറെ കണ്ട വളിക്കേസ തീട്ട കേസിന് നമ്മൾ പെട്ടു. എന്ത് ഊമ്പിയ കേസിന് പെട്ടാലും ഇങ്ങനത്തെ കേസുകൾക്ക് ഞാൻ പെടൂല. കാരണം അത്രയും ഉറപ്പുണ്ട്. കേട്ടില്ല? ഇവരല്ലടാ കാര്യം പറയാല. ഈ ഞാൻ പറയുന്നത് അറിയോ, നമ്മളെ സ്ക്രീനിന്റെ മുന്നിൽ ഭയങ്കര നന്മ സാധനം കളിച്ച് നടക്കുന്ന ആൾക്കാരില്ലേ, ഇവരെയൊന്നും നമ്മൾ പേടിക്കണ്ടത്. മനസ്സിലാ? ഞാൻ സത്യം പറയാം, ഞാൻ സ്ക്രീനിൽ എന്തെല്ലാം ഇങ്ങനത്തെ കളപ്പ് കയറിയ കളി കളിക്കുന്നുണ്ടെങ്കിലും അടുക്കെതിരെ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സാധനവും വരില്ല. ഞാൻ ഉറപ്പ് തരാല, ഞാൻ പ്രോമിസ് ഉറപ്പ് തരാം. ഇങ്ങനത്തെ ഒരു സാധനം റിയൽ ലൈഫിൽ എനിക്കെതിരെ വരില്ല. കേട്ടാ? വേറെ എന്തെല്ലാം തീട്ടക്കേസ് വന്നാലും ഇങ്ങനത്തെ സാധനങ്ങൾ വരില്ല. കാര്യം പറയാലോ, എന്തോ ഭാഗ്യത്തിനോ തൂങ്ങിച്ചാകാത്തത്. ഇങ്ങനത്തെ എല്ലാം വന്നാൽ പിന്നെ കാര്യം പറയാലോ. സായിനെ വിളിച്ചിട്ട് എന്തിനാ? പിന്നെയും ഇനിയിപ്പോൾ റിവീൽ ആവോ ഇല്ലെന്നറിയില്ല, കുറച്ചധികം വേറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംസാരം നടന്നിട്ടുണ്ട്. ആൻഡ് ഈ കുട്ടിയുടെ വയസ്സിനെ കുറിച്ചും ഒരു കൺഫ്യൂഷൻ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ പെൺകുട്ടിയായിട്ട് സംസാരിച്ചു തുടങ്ങി, അത് കുറച്ചധികം വേറെ ലെവലിലേക്ക് പോകുന്നു. അത് വാനിഷ് മോഡാണെങ്കിലും ഇങ്ങനെ ടെലിഗ്രാമിൽ മറ്റേ സീക്രട്സ് ആയിട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ സോഷ്യൽ മീഡിയക്കകത്ത് ഒരു സെർട്ടൈൻ എന്താ പറയുക ഫെയിമിൽ നിൽക്കുന്ന ഒരു ടൈമിൽ നമ്മൾ വേണം എന്തേലും. ഇപ്പോൾ വേറൊരാൾ വന്ന് നമ്മുടെ അടുത്ത് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഈ രീതിയിലെ സംസാരങ്ങൾ തുടങ്ങിയാലും നമ്മളൊന്ന് എന്നോട് കൊറേ എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ ബുദ്ധി ഉണ്ടാവും. കാര്യം പറയാലോ, അവർ ഇനീഷ്യേറ്റ് എടുത്താലും നമ്മ ഇതാക്കാൻ പറ്റില്ല. മനസ്സിലാ? നമ്മ സൂക്ഷിക്കണം. ഇതൊക്കെ അറിയാം. ഈ കാര്യത്തിലൊക്കെ ബുദ്ധി ഉണ്ടാവും. കാര്യം ചെയ്യാം. ഞാൻ പലപ്പോഴായിട്ട് ഇങ്ങോട്ട് എറിഞ്ഞു തരലുകൾ എനിക്ക് വരാറുണ്ട്, കുറേ എറിഞ്ഞു തരലുകൾ. കാരണം നമ്മളെ ഏത് വഴിക്ക് ലോക്കാക്കണം എന്നുള്ളത് നോക്കി നടക്കുമ്പോൾ കുറേ എന്താ പറയുക അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ, അല്ല ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ ഫോട്ടോ ഒരു പേരൊക്കെ വെച്ച് ഈവൻ സൗണ്ട് അടക്കം മോർഫ് ചെയ്തിട്ടൊക്കെ ചില സമയത്ത് എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളെ വിളിക്കും, സംസാരിക്കും. നിനക്ക് ഇങ്ങനത്തെ കേസ് വരൂല ബിക്കോസ് നീ കുണ്ടൻ കൊടുക്കും. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് ബ്രേക്ക് ആവുന്ന സമയത്ത് നമുക്ക് ആളെ പിടിക്കാം. അങ്ങനത്തെ സമയം ഇപ്പം എനിക്ക് മാത്രമല്ല, ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർക്കൊക്കെ, അതായത് എന്നെ കിട്ടിയില്ലെങ്കിൽ വേണ്ട അടുത്ത ആളെ നമുക്ക് കൂട്ടിയിട്ട് നേരെ സീക്രട്ട് ഏജന്റിലേക്ക് എത്താന്നുള്ള രീതിയിലുള്ള പരിപാടികൾ ഫേക്കായിട്ട് ചെയ്യുന്നവരുണ്ട്, ഒറിജിനലായിട്ട് വരുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ മൈൻഡിൽ നോക്കണം. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫേക്ക് ഒറിജിനൽ ആ സീനല്ല. ഇത് സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോളൻ അങ്ങോട്ട് ചാറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ലൈനാണ് പിടിക്കുന്നത്. ഓക്കെ, അത് ഭയങ്കര ഡേഞ്ചർ സാധനമാണ്. പൊങ്ങി നിൽക്കുന്നതായിരിക്കും, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓരോ മനുഷ്യരാണ് ചിന്തിക്കണം. അങ്ങനെ എന്തൊക്കെ ആയിരിക്കും അല്ലേ? എന്നോട് സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ അത്യാവശ്യം ഇങ്ങനെ വൾഗർ ടോക്ക് നടത്തുന്ന ഒരാളാണ്. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ചാറ്റുകൾ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നതിനനുസരിച്ച് ഞാനും റിപ്ലൈ തരും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സംസാരിക്കാം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ തോന്നാം ചിലപ്പോൾ
ചാറ്റ് മിസ്റ്റർ കഴപ്പന വായു വിട്ട പാവടാ അവന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? എന്തല്ലോ സംഭവം ചെയ്ത മുമ്പിൽ തന്നെ ഞാൻ സമ്മതിക്കുന്നത്. അവസ്ഥ നമ്മൾ നോക്കണം. അമ്മക്കൊന്നും വയ്യാത്ത മോനെ ഇത് നിർത്ത്. റൈസ്റ്റാനെ വിളിക്ക് കുണ്ണെ പറി മോനെ മഞ്ചട്ടി തായോളി. റിയാസ് കുണ്ണ തായോളി. നീ ഇവിടെ വന്നിട്ട് നീ കൊറേ നീ നേരത്തെയും വന്നിട്ട് എന്തോ ഉമ്പിത്തരം പറഞ്ഞു. എടാ ഞാൻ 1000 വട്ടം പറഞ്ഞു രാജ്സ്റ്റാറിന് വേറെ സീനുള്ളതുകൊണ്ടാണ് രാജ്സ്റ്റാർ വരാത്തത്. ഇനി ഞാൻ പറയൂല. ഇനി ഞാൻ ഒന്നാണ് ഞാൻ തള്ളൊക്കെ വിളിക്കും. ഞാൻ വിളിക്കാത്ത ഞാൻ ഉമ്മാക്ക് ഞാൻ വിളിക്കാത്തത്. ഇനി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒന്നാണ് ഞാൻ തള്ളൊക്കെ വിളിക്കും.